മണ്ണാത്തിപ്പുള്ള് എന്ന് പേരുള്ള ഒരു പുല്ല് ഇനത്തിൽപ്പെടുന്ന പക്ഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ പക്ഷിക്ക് മണ്ണാത്തിപ്പുള്ള് എന്ന പേരല്ലാതെ ചാണകക്കിളി അല്ലെങ്കിൽ വാലാട്ടിക്കിളി എന്നൊക്കെ തന്നെ പേരുണ്ട്. മണ്ണാത്തിപ്പുള്ള് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വാലുകൾ താഴേക്കും മുകളിലേക്കും ചലിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ വാലാട്ടിക്കിളി എന്നുള്ള ഒരു പേര് വന്നത്. ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ഇതിനെ വിളിക്കുന്നത് ഓറിയന്റൽ മാഗ്പൈ റോബിൻ എന്നാണ്. IUCN കൺസർവേഷൻ സ്റ്റാറ്റസ് പ്രകാരം ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് കരുതപ്പെടുന്ന ഈ ഒരു കിളിയുടെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ മ്യൂസിക്കാപ്പീഡിയ ഫാമിലിയിൽ കോപ്സൈക്കസ് സൗലാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇനി ഈ പക്ഷിയുടെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇന്തോനേഷ്യ, പിന്നെ ചൈനയുടെ തന്നെ പല ഭാഗങ്ങളിലും, പിന്നെ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. മതിലിലെ പൊത്തുകളിലും മരത്തിലെ പൊത്തുകളിലും പിന്നെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഇവരെ കൂടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരുവിധമുള്ള എല്ലാ ഏരിയാസിലും തന്നെ കണ്ടുവരാറുണ്ട്. വുഡ്ലാൻഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേറെ ഗാർഡൻസിലും പിന്നെ സിറ്റീസിലും ഒക്കെ തന്നെ ഇവരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഒരു 19 സെൻറ്റിമീറ്റർ വരെ നീളം വെക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു കിളിയാണിത്. അതിൻ്റെ ചിറകിലാണെങ്കിൽ നല്ല വലിയ വൈറ്റ് ലൈൻസ് ഉണ്ട്. ഈ കിളിയുടെ താഴത്തെ ഭാഗത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അതായത് ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ ബ്ലാക്ക് കളറും പിന്നെ അതിൻ്റെ താഴേക്ക് വൈറ്റ് കളറുമാണ് ഈ കിളിയുടേത്. ഇതിൻ്റെ ആൺകിളികൾക്ക് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണെങ്കിൽ ഇതിൻ്റെ പെൺകിളികൾക്ക് കുറച്ചും കൂടി ഒരു ആഷ് കലർന്ന ഒരു ബ്ലാക്ക് കളറായിരിക്കും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഒറ്റ നോട്ടത്തിൽ സെയിം തന്നെയായിരിക്കും. പിന്നെ ഇത് ഈ നിലത്തേക്കടി ഒരു സഞ്ചരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചാടി ആയിരിക്കും സഞ്ചരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വാലുകുലുക്കി പക്ഷിയുടേതുപോലെ വാല് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. മണ്ണാത്തി പുള്ളുകൾ പാട്ട് പാടുന്നത് വേനൽക്കാലത്താണ്. മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങളിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ തന്നെ ഈ പക്ഷിയുടെ ഒരു പാട്ട് അല്ലെങ്കിൽ സംഗീതം കേൾക്കാം. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർ പാട്ട് പാടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു സന്തോൽപാദന കാലം തുടങ്ങി എന്നാണ്. നമ്മൾ ചൂടടിക്കുന്നതിൻ്റെ വളരെ സിമിലർ ആയിട്ടുള്ളൊരു ശബ്ദമാണ് ഇതിൻ്റേത്. പക്ഷേ ചില സമയങ്ങളിൽ ഇതൊരു മിമിക്രി മാതിരി മറ്റ് കിളികളുടെ ശബ്ദം കൂടി അനുകരിക്കാറുണ്ട്. പ്രധാനമായും ആനറാഞ്ചി, ബുൾബുൾ, ചെങ്കണ്ണി എന്നീ കിളികളുടെ കൂവലുകളാണ് ഇത് അനുകരിക്കാറ്. മണ്ണാത്തിപ്പുള്ളുകൾ ഇതിൻ്റെ ബദ്ധവൈരികളായിട്ടുള്ള പൂച്ച, കീരി, പാമ്പ് എന്നിവയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചീറുന്നതായിട്ട് പലയിടത്തും റെഫറൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ണിൽപ്പെടുന്ന എല്ലാ കൃമികീടങ്ങളും ഇതിൻ്റെ ഒരു ആഹാരമാണ്. അതായത് പുൽച്ചാടി, പൂമ്പാറ്റ, പിന്നെ പലതരം വണ്ടുകൾ, ചെല്ലികൾ, പുഴുക്കൾ, ഉറുമ്പുകൾ, ചിലന്തികൾ ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ആഹാരമാണ്. പിന്നെ വളരെ റയറായിട്ട് ചില മൾബറീസ് ഒക്കെ തിന്നുന്നത് കാണാറുണ്ട്. അതുകൂടാതെ പിന്നെ തേനും കഴിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഒരു കൂടുണ്ടാക്കുന്ന ഒരു രീതി. അതായത് ഈ മതിലുകളിലും പിന്നെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ മരത്തിൻ്റെ പൊത്തുകളിലും അങ്ങനെയുള്ള ഇരുണ്ട മാളങ്ങളിലായിരിക്കും ഇത് കൂടുണ്ടാക്കുന്നത്. പക്ഷേ ഇവരുടെ മുട്ടയ്ക്കൊന്നും ഒരു വൈറ്റ് കളറല്ല, അതിൻ്റെ അകത്ത് ചുവന്ന പൊട്ടോട് കൂടിയ ഒരു തവിട്ട് നിറമാണ്. ഈ മാളങ്ങൾക്കുള്ളിൽ ഈ പനനാരുകളും അതുപോലെ തന്നെ നേർത്ത ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ ബെഡ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഇവർ മുട്ടയിടുന്നത്. ഒരു 3 to 5 മുട്ടകൾ വരെ ഇടുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു 12 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ ടൈം. മുട്ട വിരിഞ്ഞ് 2 ആഴ്ച വരേക്കും കുഞ്ഞുങ്ങൾക്ക് ഇത് തീറ്റയൊക്കെ കൊടുക്കും. അതിനുശേഷം അത് പറപ്പിച്ചുകൊണ്ട് പോകും. ഇനി ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം, അതായത് ഇതിൻ്റെ ഒരു ശത്രുക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള എസ്കേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചീറൽ, നേരത്തെ ഈ വീഡിയോയുടെ തന്നെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ചീറിക്കൊണ്ട് ഇത് നേരിടുമെന്നുള്ളത്. അതായത് പാമ്പ്, പൂച്ച, കീരി എന്നിവയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കൂടാതെ തന്നെ ഇത് ക്യാമഫ്ലേജ് ചെയ്യും. ഇതിൻ്റെ ഒരു കളർ വെച്ചിട്ട് തന്നെ ഇതൊരു കുറ്റിക്കാട്ടിലോ അല്ലെങ്കിൽ ഒരു ഇരുണ്ട പ്രദേശത്ത് ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് പെട്ടെന്ന് സ്വിഫ്റ്റായിട്ട് പറന്ന് കുറ്റിക്കാട്ടി കയറി മറയും. ചില സന്ദർഭങ്ങളിൽ പാമ്പിനെയും മറ്റും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പല റെഫറൻസിലും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതൊരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളറാണ്. അതായത് ഇൻസെക്ട്സിനെയും ലാവാസിനെയും ഒക്കെ തന്നെ ഇത് ഫീഡ് ചെയ്യും. അതുപോലെ തന്നെ ബീറ്റിൽസിനെയും ഫീഡ് ചെയ്യും. ചെല്ലികളൊക്കെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ തെങ്ങുംതോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ ബെനിഫിഷ്യലാണ്. അതുകൂടാതെ ഒരു ഹെൽത്തി സെമി അർബൻ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് ഈ പക്ഷികൾ. പിന്നെ പണ്ട് കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ഇതിനെ തീട്ടക്കിളി എന്ന് വിളിക്കാറുണ്ട്. അതിനൊരു റീസൺ കൂടിയുണ്ട്. പണ്ട് കാലത്ത് വലിയ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യർ മലമൂത്ര വിസർജനം നടത്തുന്നത് ചെറിയ കുഴികൾ കുത്തിയാണ്. ഇതിൽ വളരുന്ന ഈച്ചയും കൊതുകിനെയും ഒക്കെ പിടിക്കാനായിട്ട് അത് ആ ഒരു ഏരിയയിൽ തന്നെ ഈ കിളികളുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത് തന്നെ. അതായത് ഈച്ചകളുടെയും കൊതുകളുടെയും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും ഇതൊരു ബെനിഫിഷ്യൽ പക്ഷിയാണ്. അത് ഇതിൻ്റെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരാം. അപ്പോൾ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്
സിഗ്നിഫിക്കൻസിലേക്ക് വരുമ്പോൾ പ്രധാനമായും പറയാനുള്ളത് ഇത് ബംഗ്ലാദേശിൻ്റെ നാഷണൽ ബേർഡ് ആണ് എന്നുള്ളതാണ്. അവിടെ ഇതിനെ വിളിക്കുന്നത് ഡോയൽ എന്നാണ്. ബംഗ്ലാദേശിൽ ഇത് സിംബിളൈസ് ചെയ്യുന്നത് സിംപ്ലിസിറ്റിയും ജോയിയുമാണ്, അതായത് സന്തോഷവും സിംപ്ലിസിറ്റിയും. അതുകൂടാതെ പല മലയാള പാട്ടുകളിലും നാടോടി പാട്ടുകളിലും നാടോടി കഥകളിലും ഒക്കെ തന്നെ ഇതിനെ ഫീച്ചർ ചെയ്തതായിട്ടും പല റെഫറൻസിലും ഉണ്ട്. അപ്പോൾ ഈ കിളിയെക്കുറിച്ചുള്ള ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.